أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1074 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 26-27 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ശൈഅൻ വതഹ്ഹിർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇസ് സുജൂദ് وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 26-27 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജില് 25-ാമത്തെ ആയത്ത് മുതൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുപോലെ ഹജ്ജിന്റെ ഇടം കഅബയും മസ്ജിദുൽ ഹറാമും ഒക്കെ അടങ്ങിയ ആ പ്രദേശം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചർച്ചയിൽ വരുന്നത്. ഈ ഭാഗം തൊട്ട് സൂറത്തിന്റെ അവസാനം വരെ 78-ാമത്തെ ആയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റ കഴിഞ്ഞതിന് ശേഷം ആദ്യമായി കടന്നു വന്ന ഹജ്ജ് വേളയിലാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു സന്ദർഭത്തിലാണ് സൂറത്തുൽ ഹജ്ജിന്റെ ഈ ഭാഗം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ആളുകളെ തടയുന്ന മസ്ജിദുൽ ഹറാമിലേക്കുള്ള അവരുടെ യാത്ര തടയുന്ന സത്യനിഷേധികളെ താക്കീത് ചെയ്യുന്ന വിധത്തിലുള്ളതാണ്. പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അള്ളാഹു മുഴുവൻ മനുഷ്യർക്കുമായി, അത് തദ്ദേശീയരായ ആ പ്രദേശത്ത് വസിക്കുന്ന ആളുകളെ പോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് സന്ദർശകരായിട്ട് എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപോലെ അവകാശപ്പെട്ട വിധത്തിൽ അള്ളാഹു വഖഫ് ചെയ്ത് ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഹജ്ജിന്റെ ഇടം എന്ന്, മസ്ജിദുൽ ഹറാം അതുപോലെ ആ പരിസരം എന്ന് വ്യക്തമാക്കപ്പെടുകയുണ്ട്. ആരെങ്കിലും അവിടെ അക്രമപരമായ വല്ല കാര്യവും ചെയ്യുകയാണെങ്കിൽ, നിഷേധത്തിന്റെ മനസ്ഥിതിയോടുകൂടിയുള്ള അക്രമങ്ങൾ അവിടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് നാം
വേദനയേറിയ ശിക്ഷ അനുഭവിപ്പിക്കും എന്നാണ് അള്ളാഹുവോട് താക്കീത് ചെയ്യുകയുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച നമ്മൾ ഇന്നലെ വിശദമായിട്ട് നടത്തുകയുണ്ടായിട്ടുണ്ട്. ഈ ഹറം പ്രദേശം എന്ന് വെച്ചാൽ അള്ളാഹു സന്ദർശകർക്കും തദ്ദേശീയർക്കും ഒരുപോലെ അവകാശപ്പെട്ടതായിട്ട് ഈ ആയത്തിൽ പരാമർശിക്കുന്ന ഈ മസ്ജിദുൽ ഹറാം എന്ന ആ ഭവനവും ആ ഹറം പ്രദേശവും ഏതാണ്, അതില് എത്രത്തോളം അവകാശമാണ് എല്ലാവർക്കും ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നു. ഏതെങ്കിലും വ്യക്തിക്കോ കുടുംബത്തിനോ ഗോത്രത്തിനോ ഒരു രാഷ്ട്രത്തലവനോ പോലും സ്വന്തം സ്വകാര്യ സ്വത്തായിട്ടോ അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായ ഒരു ഉടമസ്ഥതയിലുള്ള ഒരു സംഗതി എന്നുള്ള നിലക്കോ കൈകാര്യം ചെയ്യപ്പെടാവതല്ല അത്. അതുപോലെ അത് വിൽപ്പനയാക്കാനോ വിനിമയം ചെയ്യാനോ ഒന്നും പാടില്ലാത്തതാണ്. ആ ഹറം പ്രദേശം മുഴുവനായിട്ടും തന്നെ അള്ളാഹുവിന്റെ ഈ ചിരപുരാതനമായ ഭവനത്തിലേക്ക് സന്ദർശകരായി എത്തുന്നവർക്കായിട്ട് അള്ളാഹു തയ്യാറാക്കി വെച്ച, അവർക്കായി വഖഫ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സംഗതികൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തെ തുടർന്ന് നടത്തിയൊരു പ്രഭാഷണത്തിൽ ഇക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനങ്ങളെ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ തന്നെ അള്ളാഹു ആദരണീയമാക്കിയ ഒരു ഇടമാണ് മക്ക. അത് അന്ത്യനാള് വരെ ആദരണീയതയുള്ളതായിരിക്കും. അള്ളാഹുവിൽ വിശ്വാസമുള്ള ആർക്കും അവിടേക്ക് സന്ദർശകരായിട്ട് കടന്നു വരാം. അത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും കടന്നു വരാവുന്ന, അതിനുവേണ്ടി നീക്കിവെച്ച ഒരിടമാണ്. അവിടെ രക്തം ചിന്തുന്നതോ ഏറ്റുമുട്ടലുണ്ടാകുന്നതോ അനുവദനീയമല്ല തുടങ്ങിയിട്ടുള്ള വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയ യാത്ര, ആ ക്യാമ്പയിനു വേണ്ടി, അത് യഥാർത്ഥത്തില് ഈ ഹറം പ്രദേശത്തിന്റെ സ്വാഭാവികതയിൽ പെട്ടതല്ല. വലിയൊരു ജനസമൂഹം അങ്ങോട്ട് ഇരച്ചു കയറുക, എന്നിട്ട് ആ പ്രദേശം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന, അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഒരു സ്വാഭാവികതയിൽപ്പെട്ട ഒരു സംഗതിയല്ല. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയുണ്ടായത്, ഹറമിനെ, മസ്ജിദുൽ ഹറാമിനെ, കഅബയെ ഒക്കെ എല്ലാവിധ വിഗ്രഹങ്ങളിൽ നിന്നും അതുപോലെ ബഹുദൈവത്വ വിശ്വാസത്തിന്റെ അടയാളപ്പെടുത്തലുകളിൽ നിന്നും മുക്തമാക്കി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തിയ ഒരു സംഗതിയാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടത്തേക്ക് ഒരു നിർണിതമായ ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഒരു സമയത്തിനിടക്ക് കഅബയുടെ പരിസരം ശുദ്ധിയാക്കാനും കഅബ ഏകദൈവ വിശ്വാസത്തിന്റെ ആവശ്യത്തിനായിട്ട് വീണ്ടെടുക്കാനുമായിട്ട് വലിയ ഒരു സൈന്യവുമായിട്ട് വന്ന് അത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകപ്പെടുകയുണ്ടായി. അത് ആ ചുരുങ്ങിയ നിർണിതമായ ഒരു സമയത്തേക്ക് മാത്രം നൽകപ്പെട്ട ഒരു അനുവാദമാണ്, ഒരു ഇളവാണ്. കഅബയുടെയും പരിസരത്തിന്റെയും ആദരണീയതയെ തകർക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്ന, അതിനെ അനാദരിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും അവിടെ സംഭവിച്ചുകൂടാ. അതിന്റെ ആദരണീയത പുനഃസ്ഥാപിക്കുകയും എന്നേക്കുമായിട്ട് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു നടപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അതിലൂടെ നിർവഹിക്കുകയുണ്ടായത്. ആ പരിസരത്ത് ചെടികൾ മുറിച്ചുകൂടാ, പുല്ല് പറിക്കാൻ വയ്യ, മൃഗങ്ങളെയോ പക്ഷികളെയോ ഒന്നും വേട്ടയാടാൻ പാടില്ല. വേട്ടയാടാൻ വേണ്ടി അവിടെയുള്ള മൃഗങ്ങളെയോ പക്ഷികളെയോ പുറത്തേക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പോലും പാടില്ല. മനുഷ്യന് ദ്രോഹകരമായിട്ട് ഉള്ള ചില ജീവികളെയും അതുപോലെ ചില ചെടികളെയൊക്കെ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനും സാധിക്കും, ഹദീസുകളിൽ വ്യക്തമാക്കപ്പെടുന്നതായി. അതുപോലെ ഉംറ, ഹജ്ജ് എന്നിവ നിർവഹിക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്നത് ഇഹ്റാം വേഷം ധരിച്ചുകൊണ്ടായിരിക്കണം എന്നതും, ഹറമിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് വരുമ്പോഴൊന്നും ഇഹ്റാം വസ്ത്രം ഒരു നിബന്ധനയായിട്ട് അള്ളാഹു വെച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോ യാതൊരുവിധ അതിക്രമവും നടക്കുന്ന ഒരു ഇടം ആകാൻ പാടില്ല മസ്ജിദുൽ ഹറാമിന്റെ പരിസരം. ആരെങ്കിലും അങ്ങോട്ട് പ്രവേശിക്കുന്നതോടുകൂടി അവൻ അമ്നുള്ളവനാവണം, നിർഭയത്വം അനുഭവിക്കുന്ന ആളായിരിക്കും. അത് വലിയ അക്രമം ചെയ്ത ആളാണെങ്കിൽ പോലും വമൻ ദഖലഹു കാന ആമിന എന്നാണ് ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത്. മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതാരായാലും അവൻ അമ്ന് അനുഭവിക്കേണ്ടതുണ്ട് എന്നതാണ്, നിർഭയത്വം അനുഭവിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായത്, സ്വന്തം മാതാവിനെയോ പിതാവിനെയോ കൊല ചെയ്തുകൊണ്ടാണ് ഒരാൾ മസ്ജിദുൽ ഹറാമിൽ എത്തിയതെങ്കിൽ പോലും അവന്റെ മേൽ കൈവെക്കാൻ പാടുള്ളതല്ല എന്നതാണ്. അത്രയും പവിത്രത, അത്രയും നിർഭയത്വം മസ്ജിദുൽ ഹറാമിനും പരിസരത്തിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന ആ ഹറം പ്രദേശം അള്ളാഹു ഹജ്ജിനും ഉംറക്കും സന്ദർശകർക്കൊക്കെ വേണ്ടിയിട്ട് വഖഫ് ചെയ്തിട്ടുള്ള ഇടമാണ്. അവിടെ വിൽപ്പന ചെയ്യാൻ പാടില്ല, വാടകയ്ക്ക് കൊടുത്തുകൂടാ എന്നതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഇത് ഖുർആന്റെ പരാമർശങ്ങളെയും ഹദീസുകളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ധാരണയിലേക്ക് പണ്ഡിതന്മാരും ഫുഖഹാക്കളൊക്കെ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം ഇങ്ങനെയാണ്: മക്ക ഒരു താവളമാകുന്നു, അതിന്റെ ഭൂമി വിൽക്കപ്പെടാവതല്ല, അതിലെ വീടുകൾ വാടകയ്ക്ക് കൊടുക്കാനും പാടില്ല എന്നൊരു ഹദീസ് കാണാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുടെ കാലത്ത് മക്കയിലെ ഭൂമി പൊതു ഉടമസ്ഥതയിലുള്ളതായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അവിടെ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അലക്കമ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹബിയാണ്. അതുപോലെ ആർക്കും അവിടെ താമസിക്കാവുന്നതും ആർക്കും അവരുടെ സന്ദർശന താല്പര്യമോ കാലയളവോ കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോവുകയും ചെയ്യാവുന്നതാണ്. അത് വിൽപ്പന ചെയ്യുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ വാടക ഈടാക്കുകയോ ഒന്നും ചെയ്തുകൂടാത്തതാണ് എന്നതാണ് അത് സംബന്ധമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അതുപോലെയുള്ള വേറെയും ചില ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ഹദീസുകളിലും ഖുർആനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളൊന്ന് നോക്കുക. വൈദ് ബവ്വഅ്നാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്. ഇബ്രാഹിമിന് നാം ഈ ഭവനത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത ആ സന്ദർഭം പ്രത്യേകം ഓർക്കേണ്ടതാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഭൂമുഖത്ത് ആദ്യമായിട്ട് പണിയപ്പെട്ട ആരാധനാ കേന്ദ്രം
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യരും അവരുടെ സ്രഷ്ടാവും തമ്മിലുള്ള ബന്ധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി പണിയപ്പെട്ട ആ ഭവനത്തിന്റെ ഇടം ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം നിശ്ചയിച്ചു കൊടുത്തു. ആ സന്ദർഭം സ്മരണീയമാണ് എന്ന് ഈ ആയത്ത് തുടങ്ങുന്നത്. വൈദ് ബവ്വഅന ലി ഇബ്രാഹിമ മക്കാൻ അൽ ബൈത്ത്. അൽ ബൈത്ത് എന്നത് മസ്ജിദുൽ ഇഹ്റാമിനകത്തായിട്ട്, അല്ലെങ്കിൽ മസ്ജിദുൽ ഇഹ്റാം നിലകൊള്ളുന്ന ആ സമുച്ചയത്തിനകത്തുള്ള കഅബയെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ അൽ ബൈത്തുൽ അതീഖ് എന്നും താഴെ ഒരു ആയത്തിൽ പരാമർശിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ചിരപുരാതനമായ ഭവനം എന്നത് കഅബയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ്. അപ്പൊ ഇത് ആദം അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട് തന്നെ നിലവിലുണ്ടായിരുന്നതും ആദം അലൈഹിസ്സലാമും തുടർന്ന് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളും ഒക്കെ തന്നെ ആ ആദി ഭവനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നവരാണ് എന്നതുമാണ് ഖുർആൻ നൽകുന്ന സൂചന. ഹദീസുകളിലും അതിന് പിൻബലമാകുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ഭവനത്തെ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഏതോ ഒരു ഘട്ടത്തില് നശിച്ചുപോയ ഈ ആദി ഭവനത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് അവിടെ സന്ദർശകർക്കും ആരാധന നിർവഹിക്കാൻ വേണ്ടി വരുന്നവർക്കും ഒക്കെ ആയിട്ട് അതിനെ ഒരുക്കി വെക്കുക എന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള ദൗത്യമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോടൊപ്പം നിർവഹിക്കുന്നത്. അതിന് കാരണമാവുന്ന വിധത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ആ മക്കാനുൽ ബൈത്ത് നിർണയിച്ച് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഒറ്റ നോട്ടത്തില് ആ സ്ഥലം സ്പോട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തില് അത് മൺമറഞ്ഞു പോയിട്ടുണ്ടായിരുന്നിരിക്കണം. അത് അള്ളാഹു കൃത്യമായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നിർണയിച്ചു കൊടുത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു നിർണയിച്ചു കൊടുത്തു എന്ന് പറയുന്നതില് ആ കമ്മ്യൂണിക്കേഷന്റെ രീതികൾ പലതും ആവാം. സ്വപ്ന ദർശനമാവാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അതിന്റെ അടയാളങ്ങൾ വഹിയിലൂടെ ബോധ്യപ്പെടുത്തി കൊടുത്തതാവാം. അല്ലെങ്കിൽ ഒരു മലക്കിന്റെ ഇടപെടലിലൂടെ നിർവഹിക്കപ്പെട്ടതാവാം. ഏതു വിധത്തിലും ആവാം. അപ്പോ വൈദ് ബവ്വഅനാലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, ഇബ്രാഹിമിന് നാം ഈ ഭവനത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത ആ സന്ദർഭം സ്മരണീയമാണ്. ആ ഘട്ടത്തില് അദ്ദേഹത്തോട് നാം പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നോടൊപ്പം ഒരാളെയും പങ്കാളിയാക്കിക്കൂടാ. ആ കാര്യം നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നോടൊപ്പം ഒരു ശരീക്കിന്, ഒരു ദിവ്യത്വത്തിൽ പങ്കാളിയുള്ള മറ്റൊരാളുണ്ട് എന്ന വിധത്തിലുള്ള ഒരു രീതി നിങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കാവതല്ല. അതാണ് ഒരു നിർദ്ദേശം. മറ്റൊന്ന് വതഹിർ ബൈത്തിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്, എന്റെ ഈ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിച്ചു വെക്കണം. വതഹിർ ബൈത്തിയ ലിത്വാഇഫീൻ, ആർക്കൊക്കെയാണ്? അവിടെ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി എത്തുന്ന, പ്രദക്ഷിണം ചെയ്യുന്നവരായി എത്തുന്നവർക്ക് വേണ്ടി. വൽ ഖായിമീന, അവിടെ നിന്ന് പ്രാർത്ഥന നിർവഹിക്കുന്നവരായി എത്തുന്ന ആളുകളുണ്ട്, നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ. വറുക്കഇ സുജൂദ്, അതുപോലെ നമിക്കുകയും പ്രണമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. ഇത് നമസ്കാരത്തിന്റെ വിവിധ പരാമർശങ്ങളാണ്. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്ത് ആയിട്ട് നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിന്റെ പല വ്യത്യസ്ത റുക്നുകളെയും അല്ലെങ്കിൽ കർമ്മങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. തവാഫ് മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. തവാഫ് എന്ന് പറയുന്നത് കഅബക്ക് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണമാണ്. ആ പ്രദക്ഷിണം നിർവഹിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ. വൽ ഖായിമീന, അവിടെ നിന്ന് പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകൾ, നിന്ന് നമസ്കരിക്കുക. ഇഖാമത്ത് എന്നത് നമസ്കാരം നിർവഹിക്കുന്നതിന് കൂടി പരാമർശിക്കപ്പെടുന്ന ഒരു പദമാണ്.
വറുക്കാഴ് സുജൂദ്, റുക്കൂ ചെയ്യുന്നവരും സുജൂദ് ചെയ്യുന്നവരും ഒക്കെയായിട്ട്, നമിക്കുന്നവരും പ്രണമിക്കുന്നവരും ഒക്കെയായിട്ട് അവിടെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എത്തുന്ന ആളുകൾക്കായിട്ട് ആ ഭവനത്തെ ശുദ്ധിയാക്കി വെക്കണം. അള്ളാഹുവിന്റെ ഏകത്വത്തില് പങ്കാളികളെ പരിഗണിച്ചുകൊണ്ട് ഉള്ള വിധത്തില് ആ ഭവനത്തെ മലിനമാക്കാൻ പാടില്ല. അള്ളാഹുവിന് ഏകനായ റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഭവനം. അവിടെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന വിധത്തില് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയോ അതുപോലെയുള്ള കർമ്മങ്ങളിലേക്ക് പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതിൽ നിന്നൊക്കെ അതിനെ മുക്തമാക്കി ശുദ്ധീകരിച്ചു വെക്കണം എന്നതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. മക്ക ഫത്തുഹില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നതും ഈ ചരിത്രപരമായ ദൗത്യമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ചുമതലപ്പെടുത്തിയത് തായിഫുകൾക്കും അതുപോലെ ഖായിമുകൾക്കും റുക്കാഴുകൾക്കും അതുപോലെ സുജൂദ് ചെയ്യുന്നവർക്കും ഒക്കെ ആയിട്ട് ആ ഭവനത്തെ ശുദ്ധീകരിച്ചു വെക്കണം. അള്ളാഹുവിന്റെ ഏകത്വത്തില് പങ്കാളികളെ ചേർക്കുന്ന സകല അതിക്രമവും അവിടെ നിന്ന് വിപാടനം ചെയ്യണം എന്ന വിധത്തിലാണ് നിർദ്ദേശം. ഈ കാര്യം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ഇതില് പലരും കളങ്കം വരുത്തുകയും അത് കഅബ ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ കഅബയെ മോചിപ്പിക്കുകയാണ്, അതിനെ ശുദ്ധീകരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹ് മക്കയോട് അനുബന്ധിച്ച് ചെയ്യുന്നത്, മക്ക വിജയിച്ചടക്കിയ വേളയിൽ നിർവഹിക്കുന്നത്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് തന്നെ നൽകപ്പെട്ട മറ്റൊരു നിർദ്ദേശം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളുടെ അടുക്കല് ഹജ്ജിനായിട്ട് വിളംബരം ചെയ്യുക. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിനുള്ള വിളംബരം ജനങ്ങൾക്കിടയിൽ നടത്തുക. യഅ്തൂക റിജാലൻ, അവര് നിന്റെ അടുക്കലേക്ക് നടന്നുകൊണ്ട് വരുന്നവരായിട്ട് കാണാം. അതുപോലെ വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ മേൽ സവാരി ചെയ്തുകൊണ്ടും അവര് നിന്റെ അടുക്കൽ വരും. നടന്നു വരുന്നത് സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിരിക്കും. ഒട്ടകത്തിലേറി വരുന്നത് വിദൂര ദിക്കുകളിൽ നിന്നുള്ള ആളുകളായിരിക്കും. അത്തരം ആളുകൾ വളരെ വിദൂരമായ പ്രദേശങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും യാത്രയുടെ ദൈർഘ്യം കാരണമായിട്ടും ദുർഘടമായ വഴികൾ താണ്ടി വരുന്നത് കൊണ്ടും ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാത്തത് കാരണമായിട്ടും ഒക്കെ ഒട്ടകം മെലിഞ്ഞ് ശുഷ്കിച്ച് അവശനായിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഒട്ടകത്തെ പരാമർശിക്കാനാണ് ഈ ലോമിർ എന്ന പദം ഉപയോഗിക്കുന്നത്. വിദൂര പ്രദേശങ്ങളിൽ നിന്ന് അങ്ങനെ ക്ഷീണിച്ച് അവശനായി എത്തുന്ന ഒട്ടകങ്ങളുടെ മേല് വരെ കയറിക്കൊണ്ട് സവാരി ചെയ്തുകൊണ്ട് വരുന്നവരായിട്ടും അവർ നിന്റെ അടുക്കലെത്തും. ആഴമേറിയ ഇടങ്ങളിൽ നിന്ന്, വളരെ വിദൂരസ്ഥമായ ഇടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് അവര് നിന്റെ അടുക്കലേക്ക് വരും, ഹജ്ജിനുള്ള വിളംബരത്തിന് ഉത്തരം ചെയ്തുകൊണ്ട്. ഈ പ്രഖ്യാപനം, ഹജ്ജിനുള്ള ഈ വിളംബരം നടത്താൻ വേണ്ടി അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുകയാണ്. ഈ നിർദ്ദേശം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് തന്നെയാണ് എന്നത് ആ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകൾ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്ന വിധത്തിൽ അതിനെ വിശദീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് തുടർന്നുള്ള ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണം ഈ ഫജ്ജുൻ അമീഖ് വരെയുള്ള ആ പ്രഭാഷണത്തിൽ അടങ്ങിയിട്ടുള്ളത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഘട്ടത്തിൽ നൽകപ്പെട്ട നിർദ്ദേശമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഈ ചിരപുരാതനമായ ഭവനത്തിന്റെ ഇടം അള്ളാഹു കൃത്യമായി നിർണയിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ അള്ളാഹുവിനോട് പങ്കാളികളെ ചേർക്കുന്ന സംഗതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ ഭവനത്തെ നിങ്ങൾ
ത്വായിഫുകൾക്കും ഖായിമുകൾക്കും ഒക്കെ ആയിട്ട് ശുദ്ധീകരിച്ചു വെക്കണം എന്നതൊക്കെയാണ് നിർദ്ദേശം നൽകപ്പെടുകയുണ്ടായത്. എന്നിട്ട് ജനങ്ങളെ ഹജ്ജിനായിട്ടുള്ള വിളംബരം കേൾപ്പിക്കുക. അവര് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് കുടിയേറിയിട്ടുണ്ടായിരുന്നു മനുഷ്യ സമൂഹം ആ ഘട്ടത്തിൽ. അവര് പലയിടങ്ങളിൽ നിന്നായിട്ട് ഈ വിളംബരം കാതോർത്ത് അല്ലെങ്കിൽ അതിന് ചെവിക്കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. നടന്നു വരുന്നവരുണ്ടാകും, അതുപോലെ ദീർഘമായ യാത്ര ചെയ്ത അവശതയിലെത്തിയ ഒട്ടകങ്ങളുടെ മേലെ സവാരി ചെയ്തുകൊണ്ടൊക്കെ വരുന്നവരുണ്ടാകും. അത് ആ കാലഘട്ടത്തില് വിദൂര യാത്രകൾ നിർവഹിച്ചിരുന്ന അതിനുള്ള സംവിധാനം ഒട്ടകങ്ങളും കുതിരയൊക്കെ ആയിരുന്നു എന്നതുകൊണ്ടാണ് അത് പരാമർശിക്കപ്പെടുന്നത്. ഇപ്പോ കൂടുതലായിട്ടും കപ്പലും വിമാനവും ഒക്കെയാണ്, അല്ല അതുപോലെ കരയിലോടുന്ന വാഹനങ്ങളൊക്കെയാണ് ഇതിന് പ്രയോജനപ്പെടുത്തപ്പെടുന്നത്. അപ്പൊ വിദൂര ഇടങ്ങളിൽ നിന്ന് വരെ ആളുകൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന് നടന്നെത്തുന്നത് പോലെ വിദൂര ഇടങ്ങളിൽ നിന്ന് വാഹനത്തിലേറിയിട്ടും അവര് എന്റെ അടുക്കലേക്ക് എത്തും ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി വിളംബരം ചെയ്യുക എന്നാണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അവര് യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്നാണ്. ഫജ്ജ് എന്ന് പറഞ്ഞാൽ ആഴമേറിയ ഇടം എന്നൊക്കെയാണ് അർത്ഥം. അത് ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ അതിന്റെ രൂപം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ മക്കയുടെ ആ പ്രദേശത്ത് നിന്ന് ഒരുപാട് അകലെ, ഒരുപാട് താഴ്ചയിൽ, സമുദ്രനിരപ്പിന്റെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ താഴ്ചയിലായിട്ടുള്ള സ്ഥലങ്ങളും ഒരുപാട് വിദൂരമായ ഇടങ്ങളൊക്കെ ഉണ്ട്. അത്തരം വിദൂരമായ ഇടങ്ങളെ പരാമർശിക്കുന്ന വിധത്തിലുള്ളതാണ് ഈ പ്രയോഗം. അത് താഴ്ചയിലാവാം, അകലത്തിലാവാം, രണ്ടും ഈ പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. വളരെ വിദൂരമായ, വളരെ താഴ്ചയിലുള്ള ഇടങ്ങളിൽ നിന്ന് വരെ ആളുകൾ നിന്റെ അടുക്കലേക്ക് ഹജ്ജിനുള്ള വിളംബരം ശ്രവിച്ചുകൊണ്ട് അതിന് ഉത്തരം ചെയ്തുകൊണ്ട് അവർ വരും. ഹാജിമാര് മക്കയിൽ എത്തുന്നത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വിളിക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ ഹജ്ജിനായുള്ള വിളംബരത്തിന് ഉത്തരം ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിന് ഉത്തരം ചെയ്തുകൊണ്ടാണ് അവര് ലബ്ബൈക്ക് പറഞ്ഞു വരുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ആ പ്രയോഗം സൂചിപ്പിക്കുന്നത് അള്ളാഹുവെ, ഞങ്ങൾ ഇതാ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു എന്നാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുഖേന അള്ളാഹു നടത്തിയിട്ടുള്ള ഈ വിളംബരം, ആ വിളംബരത്തിന് ഉത്തരം ചെയ്തുകൊണ്ടാണ് ആളുകൾ ഹജ്ജിനും ഉംറക്കും ഒക്കെ എത്തുന്നത്. കഅബ ദൃഷ്ടിയിൽ വരുന്നത് വരെ അവര് ആ യാത്രയിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് വരിക. അപ്പോ അങ്ങനെ ജനങ്ങൾ ഒത്തുചേരുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ വിധത്തില് ഈ മസ്ജിദ് അൽ ഹറാമിനെ സജ്ജമാക്കി വെക്കാൻ, അതിനെ ശുദ്ധീകരിച്ചു വെക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്ലാമിന് നിർദ്ദേശം നൽകുന്നത്. എന്താണ് ഹജ്ജ്, എന്തിനു വേണ്ടിയാണ് ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും ഹജ്ജ് നിർവഹിക്കുന്നത് അത് കേവലമായ ഒരു അനുഷ്ഠാനം എന്നുള്ള നിലക്കാണ്. എന്തിനു വേണ്ടി, അതിന്റെ അന്തസ്സത്ത എന്താണ്, അതിന്റെ ധർമ്മം എന്താണ്, അതിലൂടെ ഒരാൾ കൈവരിക്കേണ്ടത് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഹജ്ജ് നിർവഹിക്കാറുള്ളത്. ഏതായാലും ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജിന്റെ അകക്കാമ്പ് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.